കർഷക പ്രസ്ഥാനത്തെയും മറ്റും പറ്റി സജീവമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭൂകുത്തക വന്നത്, വലിയ വലിയ ജന്മി തറവാട്ടുകളും ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുള്ള റയറ്റുകളും എങ്ങനെ ഉണ്ടായി എന്നത് പരിശോധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പല പഠനങ്ങളും ഇതേ അവസരം തന്നെ ഞാൻ മദ്രാസിലും ലൈബ്രറിയിലെല്ലാം നടത്തിയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് 90കളിൽ 2000 ആണ്ടിൽ ഈ ഒരു പുസ്തകം ലാൻഡ് മൊണോപ്പൊളി ആൻഡ് അഗ്രേറിയൻ സിസ്റ്റം ഇൻ സൗത്ത് കാനറ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കാസർഗോഡ്. ഇപ്പോൾ കാസർഗോഡ് എന്ന് പറയാനുള്ള കാരണം കാസർഗോഡ് കേരളത്തിൻ്റെ ഭാഗമായത് മാത്രമല്ല, അവിടെ ഭൂവിതരണത്തിലും ഭൂബന്ധങ്ങളിലെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താലൂക്കിനെ എടുത്തുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ടൊരു പഠനം നടത്തിയത്. ഏതാണ്ട് ഈ പുസ്തകം 2000 ഇംഗ്ലീഷിൽ വന്നു. അതിൻ്റെ പതിപ്പുകൾ അതേ സമയം തന്നെ ജേണൽ ഓഫ് കേരള ഹിസ്റ്ററിയിൽ വരികയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തർജ്ജമ ഭൂബന്ധങ്ങളെ പറ്റിയുള്ള പഠനം കർണാടകത്തിലെ ഹംപി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പിന്നീടുള്ള മലയാളത്തിൽ എനിക്ക് കൊണ്ടുവരണം തോന്നി. ഞാൻ ഒരവസരം ഖത്തറിൽ ദോഹയിൽ എൻ്റെ മകളുടെ വീട്ടിൽ 15 ദിവസം വിശ്രമത്തിലിരിക്കുമ്പോൾ ഈ പുസ്തകം മുഴുവൻ ഞാൻ തർജ്ജമ ചെയ്യുകയോ ഈ പുസ്തകം എൻ്റെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തത് ഭൂകുത്തകയും കാർഷിക ബന്ധങ്ങളും കാസർഗോഡ് താലൂക്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇതായിട്ടിട്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള, ഇതുവരെ ഇങ്ങനെയുള്ള കളർ ചിത്രങ്ങൾ കവർ ചിത്രമായിട്ട് വരാറില്ല. അപ്പോൾ ഇത് കളർ ചിത്രം കൊടുത്തത് കർഷകരുണ്ട്, തറവാടുണ്ട്, ജമ്മിയുണ്ട്, ഇതായിട്ടില്ല, കാളപൂട്ടലുണ്ട്, ഇതെല്ലാം ആയിട്ടില്ല. അലീല എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർക്കാരിയാണ് ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുള്ളത്. നല്ലൊരു ചിത്രം, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചിത്രമാണ്. അപ്പോൾ ഈ പഠനത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് പ്രധാനമായിട്ടും കാസർഗോഡ് താലൂക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് എല്ലാ ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. കാസർഗോഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയത് എങ്ങനെയാണ്? കനറ മുഴുവൻ, കാസർഗോഡ് ദക്ഷിണ കർണാടകത്തിലായിരുന്നു. കനറ മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് 1799 ടിപ്പു സുൽത്താൻ്റെ വധത്തിന് ശേഷം നൈസാമിൽ നിന്നും മറാത്താസിൽ നിന്നും പാർട്ടീഷൻ ചെയ്തെടുത്ത് കിട്ടിയ ഭാഗമാണ് സൗത്ത് കാനറയും ഉത്തര കർണാടകവും മറ്റും. കർണാടക, ബോംബെ അടക്കമുള്ള കർണാടക സ്റ്റേറ്റ് പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിഭജിച്ചത് 1862 സൗത്ത് കാനറയായിട്ട് വിഭജിച്ചത്. അതിലെ കുന്താപുരം താലൂക്കുകളോട് കൂടിയുള്ള ഉടുപ്പി താലൂക്കുകളോട് കൂടിയുള്ള ഒരു താലൂക്കാണ് കാസർഗോഡ് താലൂക്ക്. അപ്പോൾ കാസർഗോഡ് താലൂക്ക് ഞാൻ എടുത്തതിൻ്റെ ഒരു പ്രത്യേക കാരണം അവിടുത്തെ ഭൂബന്ധങ്ങൾ എന്താണ് അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ, വളരെ ഫ്രൈക്കൻബർഗിനെ പോലുള്ളവർ പറയുന്നത് മലബാറിലെ ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ ലാൻഡ് സിസ്റ്റത്തിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫോറസ്റ്റിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നത് പോലെയാണ്. ഇതുപോലെയുള്ളൊരു ഫോറസ്റ്റിലേക്കാണ് ഞാനും കയറി ചെന്നിട്ടുള്ളത്. ഷെറോക്കിനെ പോലുള്ളവർ അത് പഠിച്ചിട്ടുണ്ട്. ആ വഴികളിലൂടെ ഞാനും സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, 1817 തോമസ് മൺറോ റൈറ്റ് വാലി സിസ്റ്റത്തിൻ്റെ പ്രതിനിധിയായിട്ട് റൈറ്റ് വാലി സിസ്റ്റത്തിനെ കാസർഗോഡിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ റയറ്റ് ആരാണ്? റയറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നുള്ളതാണ് അർത്ഥം ഹിന്ദിയിൽ. ആ റയറ്റ് കൃഷിക്കാരെന്ന് പറയുന്ന ആൾ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുള്ള സാമൂതിരിപ്പാടിനെ പോലുള്ളവർ അല്ലെങ്കിൽ കവളപ്പാറ നായരെ പോലുള്ളവർ, ഇവരെല്ലാമാണ് ബ്രിട്ടീഷുകാരുടെ റയറ്റ് എന്ന ലോകൻ പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ വിമർശിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റ് വരുമ്പോൾ ഇവിടെ ഭൂബന്ധങ്ങളിൽ മാറ്റം എങ്ങനെ വന്നു? നമുക്കറിയാം 1830കളിൽ തന്നെ ഈ ഭൂനിയമത്തിനെതിരായിട്ട് കൂട്ട് റിവോൾട്ട്, ബ്രിട്ടീഷുകാരെ എല്ലാ സ്ഥാനത്തിലും ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വെച്ചുകൊണ്ട് വില്ലേജ് പട്ടേൽസിൻ്റെ ചൂഷണം, ഷാനഭോഗിൻ്റെ ചൂഷണം, ഇതിനെല്ലാം എതിരായിട്ടാണ് കൂട്ട് റിവോൾട്ട് എന്ന് പറയുന്ന റിവോൾട്ട് അവിടെ ഉണ്ടായിട്ടത്. അത് പിന്നീട് അവർ അടിച്ചമർത്തിയത് നമുക്കെല്ലാം അറിയാം.
അപ്പോൾ അന്നത്തെ കാസർഗോഡ് താലൂക്കിൻ്റെ പേര് ബ്രിട്ടീഷുകാർ ആദ്യം 1800-കളിൽ കൊടുത്തത് ബേക്കൽ താലൂക്ക് എന്നായിരുന്നു. ആ ബേക്കൽ താലൂക്കാണ് പിന്നീട് കാസർഗോഡ് താലൂക്കായിട്ട് മാറുന്നത്. തോമസ് മൺറോവിൻ്റെ നികുതി നയമാണ് അവർ നടപ്പിലാക്കിയത്. ഈ നികുതി നയം നടപ്പിലാക്കുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള ഭൂജമ്മിമാർ ഒരു വിധത്തിലുള്ള ഭൂപ്രഭുത്വം മൂലഗണീതാർന്നാണ് അവർ പറയുക, അല്ലെങ്കിൽ വർഗതാർന്ന് പറയുക. വെറും ടെനൻ്റ് കർഷക ചാലഗണിതാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക പദങ്ങളും ഇതെല്ലാം തന്നെ ബേഡൻ പവലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പം ബേഡൻ പവലിൻ്റെ നികുതി സമ്പ്രദായം എല്ലാം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഈ പദങ്ങളുമെല്ലാമായിട്ട് പരിചയപ്പെടാനോ അവിടെ എങ്ങനെയാണ് ഭൂവുടമ ബന്ധങ്ങൾ നടക്കുന്നത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ലാൻഡ് മൊണോപ്പൊളി, ഭൂമിയുടെ കുത്തകാവകാശം എങ്ങനെയാണ് കിട്ടിയത്. ആ കുത്തകാവകാശം കിട്ടിയവരിൽ നമുക്കറിയാം താഴക്കാട്ട് മന, അവിടുത്തെ ഇന്നത്തെ തൃക്കരിപ്പൂർ പയ്യന്നൂർ ഭാഗത്തെ ഏറ്റവും വലിയ ജമ്മിമാരായിരുന്നു താഴക്കാട്ട് മന. അതുപോലെ തന്നെ ഏച്ചിക്കാനത്ത്, കോടോത്ത്, ഇങ്ങനെയുള്ള അനേകം കുടുംബങ്ങളിലായിട്ട് ഭൂമി മുഴുവൻ നിക്ഷിപ്തമായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ഈ ഭൂസമ്പ്രദായ റൈറ്റ് വാരി എന്നാണ് ഗോപാലൻ നമ്പ്യാർ പറയുന്നത്. ജസ്റ്റിസ് ഗോപാലൻ നമ്പ്യാർ ഇതിനെ വിശേഷിപ്പിച്ചത് റൈറ്റ് വാരി സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ റൈറ്റ് വാരി സിസ്റ്റത്തിലും മലബാറും കാസർഗോഡും എല്ലാം റൈറ്റ് വാരി എന്ന് അദ്ദേഹം പറയുമ്പോഴും നമുക്കറിയാം കാസർഗോഡും അതായത് ചിറക്കൽ താലൂക്കും മലബാറിലെ ചിറക്കൽ താലൂക്കും തമ്മിൽ ഭൂബന്ധങ്ങളിൽ വലിയൊരു വ്യത്യാസം കാണാം. ഈ ഒരു വ്യത്യാസം കൊണ്ടാണ് മലബാറിലെ ജന്മിക്ക് മൂലധനം ഉണ്ടാകുന്നു. ഇപ്പം വേങ്ങയിൽ തുടങ്ങിയിട്ടുള്ള തറവാട്ടുകാർക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള കെ നായനാരുടെ കുടുംബം പോലെയുള്ള കുടുംബം, ഇവർക്കെല്ലാം ഭൂമിയിൽ ഉള്ള അതേ അവകാശമായിരുന്നില്ല കാസർഗോഡ് താലൂക്കിൽ, ബേക്കൽ താലൂക്കിൽ ജമ്മിമാർക്കുള്ള അവകാശം. ജമ്മിമാർക്ക് അവിടെ കാടുകൾ, പാറക്കെട്ടുകൾ, ഇതെല്ലാം അവരുടെ നികുതി പട്ടയത്തിൽ വരികയാണ് ജമ്മിമാർക്കെതിരായി, ജമ്മിയുടെ പട്ടയത്തിൽ. അപ്പോൾ അവരതിനും നികുതി കൊടുക്കണം. പാറക്കെട്ടിനും കാടുകൾക്കും ഇതിനെല്ലാം നികുതി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കാസർഗോഡ് ഉണ്ടായിരുന്നത്. അതേസമയത്ത് മലബാറിലാണെങ്കിൽ അതിനെ എസസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നികുതി സമ്പ്രദായത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് വാരി ഒരേ സിസ്റ്റമാണെങ്കിൽ ഇതെങ്ങനെയാണ് വരിക? കാസർഗോഡ് താലൂക്കിൽ ഭൂമിയുടെ ഉടമസ്ഥർ ആരാണ് എന്ന് ഉള്ള പട്ടികയിൽ കാണുക സർക്കാർ, ഗവൺമെൻറ്റാണ്. അതേസമയത്ത് മലബാറിലെ ജമ്മിയാണ്. അപ്പം മലബാറിലെ ജമ്മിയും കാസർഗോഡിലെ ജമ്മിയും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ടാണത്. ഇത് ബാക്കി പ്രദേശങ്ങളിലെ പറ്റിയിട്ട് എങ്ങനെയാണെന്നുള്ള പഠനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടില്ല. അതിനിപ്പോൾ നടക്കുമെന്നുള്ള അറിയില്ല. ഇതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആണെങ്കിലും എന്തുകൊണ്ട് കാസർഗോഡ് ഏറ്റവും ശക്തമായ പ്രസ്ഥാനം വളർന്നു വന്നു? അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ജമ്മി എസസ്റ്റ് വേസ്റ്റായിട്ടുള്ള ഇതിന് നികുതി കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ കാടുകൾക്ക്, പാറക്കെട്ടുകൾക്ക് ജമ്മി നികുതി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ, ഞാനിത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, അവനൊരു 2 ഏക്കർ കൃഷിയുണ്ടാവും. അതിൽ നെല്ല് വിളഞ്ഞ് വരുമ്പോഴാണ് പട്ടയിൽ വില്ലേജ് ഹെഡ്മാൻ കുടി കുത്തിയിട്ട് നെല്ല് മൂരാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 ഏക്കറിൽ നിന്ന് ഏകദേശം 1000 ഉറുപ്പ്യ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ 2000 ഉറുപ്പ്യ നികുതിയുടെ ബാക്കി പട്ടയദാരൻ്റെ പേരിൽ, വർഗ്ഗദാരൻ്റെ പേരിലുണ്ടാവും. അപ്പോൾ അവൻ്റെ 2000 ഉറുപ്പ്യക്കും ഒരേ ഇതിലെ കൃഷി ലേലം ചെയ്ത് വിൽക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ഇതൊരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ജമ്മിക്ക് 1000 ഉറുപ്പ്യ കൊടുക്കേണ്ട കൃഷിക്കാരൻ 2000 ഉറുപ്പ്യ അവ കടമാക്കിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ നെല്ല് മുഴുവൻ വിറ്റുപോകുന്ന സ്ഥിതി വരുന്നു. ഇതിനെതിരായിട്ടാണ് കാസർഗോഡ് താലൂക്കിൽ കർഷക സംഘങ്ങൾ വലിയ മെമ്മോറാണ്ടങ്ങൾ നടത്തിയിട്ട് മംഗലാപുരം കളക്ടറേറ്റിലേക്ക് 38 മുതൽ പോവുകയും 39 ഇവിടെ ഒരു കുടിയായ്മ നിയമം പാസ്സാക്കുവാൻ വേണ്ടി മലബാറിലേക്ക് കുടിയായ്മ നിയമത്തിന് വേണ്ടി കുട്ടിക്കൃഷ്ണമേനോന് കമ്മീഷനായിട്ട് നിയമിക്കപ്പോൾ ഈ മലബാറിലെ സ്ഥിതി കാസർഗോഡിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ കാസർഗോഡിലെ ജമ്മിമാരെല്ലാം പറഞ്ഞത് അതിവിടെ മാറ്റണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് കാരണം എന്നുള്ളത് ഇത് തന്നെ. അപ്പോൾ ഈ ഒരു സ്ഥിതി കാരണം അവർക്ക് പട്ടയങ്ങളിൽ, പാറക്കെട്ടുകളിലെല്ലാം അവകാശമുണ്ട് എന്നുള്ളത്.
അപ്പോൾ ഇങ്ങനെയുള്ള അതിന് കുംകീറായിട്ട് എന്ന് പറയാം. ഇതൊന്നൊരു പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തലിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ അത്രയും ഗഗനമായിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് നിയമങ്ങൾ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണെന്ന് അവിടുത്തെ യൂറോപ്യൻ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ നിലയിൽ റവന്യൂ സെയിലിന് വേണ്ടി എത്രയോ ഭൂമികൾ കാസർഗോഡ് വിറ്റുപോകും, മലബാറിൽ വിറ്റുപോകത്തില്ല. ഈ നിലയിൽ കാസർഗോഡിൽ മൂലധനമില്ല, ജമ്മിമാരുടെ കയ്യിൽ മൂലധനമില്ല, ഇതെല്ലാം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ഈ ഒരു സ്ഥിതി ഇന്നും സ്വാതന്ത്ര്യത്തിന് ശേഷവും കാസർഗോഡ് ഏറ്റവും പിന്നോക്കാവസ്ഥയായിട്ടുള്ള ഒരു ജില്ലയാണ്. കാരണം അവിടെ പണക്കാരില്ല. വല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗൾഫ് നാടുകളിലേക്ക് പോയിട്ട് വല്ലവരും പണം കൊണ്ടുവരുന്നത് കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആസ്പത്രികളോ ഹോട്ടലുകളെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ജമ്മിമാരുടെ കയ്യിൽ മൂലധനമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനിവിടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന AC കണ്ണൻ നായരെ പറ്റിയിട്ട്. അയാളെ 30കളിൽ പറയുകയാണ് അദ്ദേഹത്തിനൊരു മീറ്റിങ്ങിന് പോകണമെന്നുണ്ട്. വലിയ ജന്മകുടുംബത്തിലെ ആളാണ്. എനിക്ക് ഉടുക്കുവാൻ മുണ്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് 30കളിൽ. ഒരു വല്ലാത്ത ദാരിദ്ര്യാവസ്ഥയാണ് ഒരു ജമ്മിമാരുടെ കുടുംബത്തിലും. അപ്പോൾ ആ നിലയിൽ കാസർഗോഡ് കൊളോണിയൽ ഭരണത്തിൽ എങ്ങനെയെല്ലാം ചൂഷണത്തിന് വിധേയമായോ ആ സ്ഥിതിയാണ് ഇന്നും വരുന്നത്. പ്രത്യേകം പ്രോജക്റ്റുകൾ കൊടുത്തുകൊണ്ട് കാസർഗോഡിനെ മുൻപന്തിയിലുള്ള ഒരു ജില്ലയാക്കി മാറ്റുവാൻ ഇന്നത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല എന്നാണ് എൻ്റെ ഈ ഒരു വിമർശനം. ഈ പഠനം ലാൻഡ് മോണോപ്പൊളി അതിൻ്റെ മലയാളവും അതിൻ്റെ ഇംഗ്ലീഷും പ്രവർത്തനങ്ങളും വാസ്തവത്തിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ രേഖകളിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ കാണുന്നത്. അപ്പോൾ ഈ രേഖകൾ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥയുടെ കാരണം ഞാൻ ഈ കോപ്പികൾ മലയാളത്തിൻ്റെ കോപ്പി അവിടുത്തെ കലക്ടർമാർക്കും റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം സൗജന്യമായിട്ട് എൻ്റെ ചിലവിൽ 10-15 കോപ്പികൾ അയച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രസ് കൗൺസിലിൽ 19 കോപ്പികൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ആശയങ്ങൾ പ്രചരിക്കട്ടെ എന്നുള്ളത്. അതായത് റവന്യൂ റെക്കോർഡുകളിൽ റവന്യൂ ഭരണത്തിലും ഇതെല്ലാമുള്ള മാറ്റങ്ങൾ എന്താണ് നടന്നത്, എന്താണ് കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥയുടെ കാരണം എന്നുള്ളത് അറിയേണ്ടതാണ്. കാരണം കാളീശ്വരൻ എന്ന് പറയുന്ന ഒരാളാണ് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയത് കാസർഗോഡ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ കാസർഗോഡ് തിരുവനന്തപുരത്ത് നിന്ന് 540 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ടാണ് പിന്നോക്കാവസ്ഥ എന്നാണ് കാളീശ്വരൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കാളീശ്വരൻ ഇങ്ങനത്തെ പഠനത്തിലേക്ക് പോകാൻ കഴിയില്ല. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിജയനഗര പീരീഡ് മുതൽ ബ്രിട്ടീഷുകാർ 1800കളിൽ ജില്ല കൈവശം വെക്കുമ്പോഴുള്ള ആ നികുതി വ്യവസ്ഥ, റൈറ്റ് വാരിയിലെ ചൂഷണസ്ഥിതി, ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് കാസർഗോഡ് പിന്നോക്കാവസ്ഥയിലെ ഒരു സൈദ്ധാന്തിക പഠനമാണ് വാസ്തവത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളത്.